90സിനും 80സിനും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പാലുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും ഇതിന് പാൽക്കട്ട അല്ലെങ്കിൽ പാൽഗോവ എന്നുള്ളതാണ് പറയുന്നത്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒട്ടും വെള്ളയില്ലാത്ത ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് 1/2 കപ്പ് ഓയിലോ അല്ലെങ്കിൽ ഗീയോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നമ്മൾ ഓയിൽ എടുക്കുന്നതിന്റെ നേരെ ഡബിൾ ആക്കിയിട്ടാണ് മൈദ എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ഈ മൈദ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒരു 6-7 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി എടുക്കണം. ഈ മൈദേന്റെ റോ സ്മെല്ലെല്ലാം മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ ഓയിലിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് ഇതിന്റെ ടെക്സ്ചർ തന്നെ മാറിയിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ട് വരും. അതുവരേക്കും നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂണ് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ക്രീം പോലെ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു 1-2 മിനിറ്റും കൂടി നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലൊരു ക്രീം പോലെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുത്താൽ മാത്രം മതി. ഈ സമയത്ത് ഫ്ലെയിം ഒന്നും ഓണാക്കരുത്. ഇത് നന്നായിട്ട് മിക്സ് ആക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം. ഇനിയിപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രേ എടുത്തിട്ട് അതിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം. ഒരു സ്പൂണോ മറ്റോ വെച്ചിട്ട് നല്ലപോലെ ഷേപ്പ് ആക്കിയിട്ട് ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കുന്നതാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ കുറച്ച് അധികം സമയം വേണ്ടി വരും. ഞാനിതിപ്പോൾ ഫ്രീസറിലാണ് കേട്ടോ വെച്ചത്. അപ്പം ഇത് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇതിന്റെ ടേസ്റ്റ് അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഒട്ടുമിക്ക ആൾക്കാരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് നമുക്ക് നല്ല പാൽക്കട്ട റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.